നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും ശ്രീലക്ഷ്മി എന്ന ഒരാൾ മാത്രമാണ്. ഒരു കാരണവശാലും താൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരാളാവാൻ എൻ്റെ ശ്രീലക്ഷ്മിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇഷ്ടമായത്. കാലക്രമേണ ആ ഇഷ്ടം കൺമണിയിലേക്കും വന്നിരിക്കും. അതിന് താൻ കൺമണിയായിട്ട് തന്നെ ഇരിക്കണമെന്ന് മാത്രം. സർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. കൺമണി ശ്രീലക്ഷ്മി ആയിട്ടല്ല, ശ്രീലക്ഷ്മിയാണ് കൺമണിയായത്. കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. സാർ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ സാറിനത് മനസ്സിലാവും. കൺമണിയായി തോന്നത്തക്ക രീതിയിൽ ഒന്നുമില്ല ഇപ്പോ. ഇനി സാർ പറയേ, എന്നെയും കൺമണിയും രണ്ടായി കാണാനുള്ള എന്തെങ്കിലും ഒരു അടയാളം. ഇപ്പൊ സാറിന്റെ മുന്നിൽ നിൽക്കുന്നത് മുഴുവനായും ശ്രീലക്ഷ്മിയാ. കൺമണിയെ ഓർമ്മപ്പെടുത്തുന്നതൊന്നുമില്ല. ഞാനായിട്ട് അവതാരം കൊടുത്ത കൺമണിയെ ഞാനായിട്ട് തന്നെ നിഗ്രഹിക്കുകയും ചെയ്തു. കൺമണി താൻ കൺമണി അല്ല എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഇല്ലാത്തത് പുറമൊഴിയിൽ മാത്രമാണ്. അതുകൊണ്ട് ആരോടും താൻ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും. എന്നാ ഞാൻ ശ്രീലക്ഷ്മിയെ കാണുന്നത് അങ്ങനെയല്ല. താൻ ശ്രീലക്ഷ്മി ആയിരുന്നുവെങ്കിൽ തൻ്റെ മനസ്സിൽ നിന്നും ഞാനത് മുന്നേ വായിച്ചെടുത്തേനെ. താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ഞാൻ കേൾക്കാൻ കൊതിച്ചതൊക്കെ തന്നെ. ബാംഗ്ലൂർ യാത്രയപ്പിന് താൻ ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അന്നും താൻ ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ അത് തിരുത്തി പറഞ്ഞപ്പോൾ എനിക്ക് എന്നേക്കുമായി ബോധ്യമായി താൻ കൺമണിയാണ്. എൻ്റെ ശ്രീലക്ഷ്മി ആയിരുന്നുവെങ്കിൽ പിന്നീട് വീണ്ടും കൺമണിയായി തനിക്ക് പടി കയറേണ്ടി വരില്ലായിരുന്നു. കൺമണിയായി വന്നതുകൊണ്ട് ശ്രീലക്ഷ്മിയായിട്ട് ഇവിടെ ജീവിക്കാം, എത്ര കാലം വേണമെങ്കിലും. പക്ഷേ ആ കാലം അത്രയും ഈ കാര്യം ഇനി എന്നോട് പറയരുത്. കൺമണിയായി വന്നതുകൊണ്ട് ശ്രീലക്ഷ്മിയായി എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് കരാറ് തീരും മുമ്പ് ഇറക്കി വിടേണ്ട അവസ്ഥ താനായിട്ടുണ്ടാക്കരുത്. ഇതുപോലൊരു ചടങ്ങ് ഇങ്ങനൊരു ഓപ്പൺ സ്പേസിൽ വെച്ച് നടത്തുന്നത് എന്നെ കുരുക്കാനുള്ള ആ രാജാറാമിന്റെ തന്ത്രമാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് മാർട്ടിൻ ആദ്യം പോയി നിരീക്ഷണം നടത്തിയിട്ട് എന്നെ ഫോൺ ചെയ്യും. ഞാൻ ഫോളോ ചെയ്ത് വന്നോളാം. ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ നമ്മൾ നിൽക്കണോ? ആ സമ്മാന പൊതിയിൽ നമ്മൾ വെച്ച സാധനം ഇത് നിൽക്കാൻ പൊട്ടിത്തെറിക്കും. അതോടെ തീരില്ലേ ആ വർമ്മൻ ഫാമിലിയും പെൺകുട്ടിയുമല്ല. നോ, ഇത് നമ്മുടെ അവസാന ആയുധം മാത്രമാണ്. സരോജാമ്മയെ പോലെ അവിടെ വരുന്ന നിഷ്കളങ്കരായവർ നമ്മുടെ ഇരകളല്ല. എനിക്ക് വേണ്ടത് രവിവർമ്മനെയാ. അയാളുടെ ജീവൻ ഈ വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെ പൊലിയണം. അതും എന്റെ ഈ കൈകൊണ്ട് തന്നെ. എന്നാൽ എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. മാർട്ടിൻ ആദ്യം ചെല്ല്. ആദ്യം എനിക്ക് അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ അറിയണം. പ്രത്യേകിച്ചും ഒരു സ്റ്റാൻഡ് ബൈ ആയി നമ്മൾ പ്ലാൻ ചെയ്ത ആ കുഞ്ഞു ബോംബ് അവിടെ എത്തിയോന്ന്. പാവം,
മരുമകന്റെ ഫാമിലി അവിടെ നിന്ന് കത്താൻ പോകുന്ന ആയുധമാണ് താൻ ഈ ചുമന്നുകൊണ്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ സരോജാമ്മയ്ക്ക്. എത്രയാ ചേട്ടാ? 100 രൂപ. വാ വാ വാ. നമ്മൾ ലേറ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ. ശ്രീയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകം തയ്പ്പിച്ച ഡ്രസ്സാ ഇത്. 4 ആള് കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമാവും. ഓ അത് സാരമില്ല. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ശ്രീയുമായി ചേർന്നൊരു റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാ മതി. ഡ്രസ്സും ഡാൻസും ഒക്കെ പിന്നെ വൈറലാ. ഓ ഇനിയിപ്പൊ നിന്റെ ഡാൻസ് കണ്ടിട്ട് വേണം ആളുകൾ റിപ്പോർട്ട് അടിക്കാൻ. അതോടെ എന്റെ അക്കൗണ്ട് ക്ലോസ് ആവുന്ന ഉറപ്പാ. അയ്യോ എന്റെ പതുക്കെ ഒന്ന് നടാ. ഇങ്ങനെ പോയ കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ വീണ് പൊട്ടിപ്പോവും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ പൊട്ടും പൊട്ടും. ഇതേ ഞാനും മോടച്ഛനും കൂടെ രക്തം വെള്ളാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച മുതലായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.